നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആഘോഷ പരിപാടികളാണ് പുതുവത്സര രാവിൽ UAE വിവിധയിടങ്ങളിലായി ഒരുക്കിയത്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പുതുവത്സരമായതിനാൽ ആഘോഷങ്ങൾക്ക് ഒട്ടും മാറ്റുകുറച്ചില്ല. റെക്കോർഡുകൾ ഭേദിച്ച കരിമരുന്ന് പ്രയോഗങ്ങളും വിസ്മയകരമായ ലേസർ ഷോകളും ഡ്രോൺ പ്രകടനങ്ങളും സംഗീത പരിപാടികളും നൃത്യങ്ങളുമൊക്കെയായി രാജ്യത്തെങ്ങും ആഘോഷങ്ങൾ പൊടിപൊടിച്ചു. രാജ്യത്തെ സ്വദേശികൾക്കും പ്രവാസികൾക്കുമൊപ്പം പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി UAEയിലെത്തിയ പതിനായിരങ്ങൾ കൂടി അണിനിരന്നതോടെ രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ജനനിബിഡമായി. UAEയിലുടനീളമുള്ള ബീച്ച് ക്ലബ്ബുകളും ബാറുകളും റെസ്റ്റോറന്റുകളും ഭക്ഷണ ശൃംഖലകളും പൊതു പാർക്കുകളും ഷോപ്പിംഗ് മാളുകളും പുതുവത്സരത്തിൽ അലിഞ്ഞുചേരാനായി ഒഴുകിയെത്തിയവരെ കൊണ്ട് നിറഞ്ഞിരുന്നു. UAEയിലെ നൂറുകണക്കിന് കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ആഘോഷങ്ങൾ പൊടിപൊടിച്ചത്. പുതിയ വർഷത്തെ സന്തോഷത്തോടെ വരവേൽക്കാനുള്ള ജനലക്ഷങ്ങളുടെ ആഗ്രഹത്തോടൊപ്പം കാലാവസ്ഥ കൂടി ചേർന്നതോടെ 2023 വർണ്ണാഭമായ തുടക്കം നൽകാനായി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ തന്നെയായിരുന്നു പുതുവത്സരാഘോഷങ്ങളുടെ സിരാകേന്ദ്രവും. രാത്രി 12 ആയതോടെ ബുർജ് ഖലീഫയിൽ നിന്ന് നിറങ്ങളുടെയും വെളിച്ചങ്ങളുടെയും അകമ്പടിയോടെ വെടിക്കെട്ടുകളും ലേസർ ഷോകളും വിസ്മയം തീർത്തു. പതിനായിരങ്ങളാണ് ഈ മനോഹര കാഴ്ചകൾ കാണാനായി ഡൗൺ ടൗൺ ദുബായിലെത്തിയത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ തന്നെ ദുബായ് മാളിലെ ഡൗൺ ടൗണിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി തുടങ്ങിയിരുന്നു. രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും ആഘോഷിക്കുന്നതായിരുന്നു അബുദാബിയിൽ നടന്ന ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ നടന്ന പുതുവത്സര ആഘോഷങ്ങൾ. പടക്കങ്ങളും ഡ്രോൺ ഷോകളും ജനക്കൂട്ടത്തെ വിസ്മയിപ്പിക്കുന്നതിന് മുന്നോടിയായി 20,000 ബലൂണുകളാണ് ഇവിടെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയത്. പുതുവർഷത്തെ വരവേൽക്കാൻ അറ്റ്ലാന്റിസ് ദി പാം, ലാമർ, ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ്, ബുർജ് അൽ അറബ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ UAEയിലുടനീളം പൈറോടെക്നിക് ഡിസ്പ്ലേകൾ സ്ഥാപിച്ചിരുന്നു. അബുദാബിയിലെ യാസ് ദ്വീപ് രാത്രി 9 മണിക്കും പിന്നീട് അർദ്ധരാത്രിക്കും 2 തവണയാണ് കരിമരുന്ന് പ്രയോഗങ്ങൾ കാഴ്ചക്കാർക്ക് വിരുന്നേകിയത്. അൽമരിയ ദ്വീപിലും കോർണിഷിലും അർദ്ധരാത്രി വെടിക്കെട്ട് പ്രകടനങ്ങൾ നടന്നു. അബുദാബിയിൽ നിന്ന് 40 മിനിറ്റ് അകലെയുള്ള അൽ വദ്ബയിൽ 40 മിനിറ്റ് നീണ്ടുനിന്ന കരിമരുന്ന് പ്രകടനവും 3000 ഡ്രോണുകൾ ഉൾക്കൊള്ളുന്ന ഷോയും വലിപ്പത്തിലും ദൈർഘ്യത്തിലും രൂപത്തിലും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. റാസൽ ഖൈമയിലെ അൽ മർജാൻ ദ്വീപിനും അൽ ഹംറ വില്ലേജിനും ഇടയിലുള്ള 4.7 കിലോമീറ്റർ നീളമുള്ള കടൽ തീരത്ത് പൈറോ ഡ്രോണുകൾ, നാനോ ലൈറ്റുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച് നടത്തിയ വെടിക്കെട്ടും മറ്റൊരു റെക്കോർഡ് പ്രകടനത്തിന് വഴിയൊരുക്കി. ഷാർജയിലെ അൽ മജാസ് വാട്ടർ ഫ്രണ്ടിൽ 8 മിനിറ്റ് ദൈർഘ്യമുള്ള പുതുവത്സര വെടിക്കെട്ട് കാണാൻ ആയിരക്കണക്കിന് നിവാസികളാണ് തടിച്ചുകൂടിയത്. അൽ ഖസ്ബ, ഫ്ലാഗ് ഐലൻഡ് തുടങ്ങിയ സമീപ സ്ഥലങ്ങളിലും വെടിക്കെട്ട് കാണാൻ സന്ദർശകരുടെ തിരക്കായിരുന്നു. അങ്ങനെ 2023 പ്രവാസികളും വരവേറ്റിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.